ഗംഭീരജാഥ. പ്രതിഷേധത്തിന്റെ ശംഖനാദം ഗ്രാമാന്തരീക്ഷത്തിൽ അലയടിച്ചു വരികയാണ്. നിങ്ങൾ പ്രശ്നം വഷളാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? മിസ്റ്റർ ദിലീപ് കുമാർ, സ്വല്പം മനസാക്ഷിയോടുകൂടി സംസാരിക്കണം. എങ്ങു നിന്നോ കടന്നു വന്ന നിങ്ങൾക്ക് വേണ്ടി മുത്താരംകുന്നിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഒന്നടങ്കം ശബ്ദമുയർത്തുകയാണ്. നന്ദി വേണോടോ, നന്ദി. തൽക്കാലത്തെ ആവശ്യത്തിന് ഇതിരിക്കട്ടെ. അയ്യോ, ഞാനത് വേറൊരു ആവശ്യം. വേണ്ട, സംസാരിക്കണ്ട, ഒന്നും സംസാരിക്കണ്ട, വിശ്രമിക്കൂ. അയ്യോ എടാ, നിനക്ക് ഞാനുണ്ടടാ. ഈ KPK തങ്കപ്പൻ ചേട്ടനുണ്ടടാ. ഈ നാട്ടിലെ ബഹുജനങ്ങളുണ്ട്. KP അമ്മണിക്കുട്ടിയെ നീ വിവാഹം കഴിക്കണം. ഇല്ലെങ്കിൽ കഴിപ്പിക്കും. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. അപ്പുക്കുട്ടൻപിള്ള കണ്ടിട്ടുണ്ടോ വേലുപ്പിള്ള ഫേൽവാനെ? ഇല്ല, കേട്ടിട്ടേ ഉള്ളൂ. ആഹാരം കഴിക്കാം, പക്ഷേ അതിനോട് ഭ്രാന്ത് പാടില്ല. വേലുപ്പിള്ളയ്ക്ക് പറ്റിയതാ. ഈ ഫയൽമാൻമാർക്ക് ബ്രഹ്മചര്യം പോലെ തന്നെ പ്രധാനമാണ് ആഹാരത്തിലുള്ള നിഷ്ഠയും. ഒരു ജാഥ പുറപ്പെട്ടിട്ടുണ്ട്. എന്ത് ജാഥ? മർദ്ദന പ്രതിഷേധ ജാഥ. ജാഥ എങ്കിൽ ജാഥ, എല്ലാത്തിനെയും ഞാൻ ഇടിച്ച് നിരപ്പാക്കും. ഒന്ന് ചുമ്മാ ആശാനെ. ശരീരം നോക്കുന്നവർക്ക് സാധാരണ തലച്ചോറ് വർക്ക് ചെയ്യാറില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആശാൻ ജാഥയെ ഒന്ന് നേരിടണം. ശ്രീകുമാരനെ തൊട്ട് കളിച്ചാൽ അക്കളി ചീക്കളി ഇയാളങ്ങോട്ട് പോട്ടെ. ഒന്നേ ഉള്ളൂ പ്രതിവിധി, ഇതിന് കല്യാണം അത് കല്യാണം. ഒന്നേ ഉള്ളൂ പ്രതിവിധി, ഇതിന് കല്യാണം അത് കല്യാണം. ഒന്നേ ഉള്ളൂ പ്രതിവിധി, ഇതിന് കല്യാണം അത് ഇത് കല്യാണം. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. ആരാ നിങ്ങളുടെ നേതാവ്? നീയാണെന്ന് പറയടാ. തീപ്പരി ഞങ്ങളുടെ നേതാവ്. നേതാവ് മുന്നോട്ട് വരട്ടെ. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. അടിയെങ്കിൽ അടി, വെടിയെങ്കിൽ വെടി. നേതാവ് ധൈര്യമായിട്ട് എന്നെ അത്രത്തിന് നീ ഇത് ഇവിടെ ഡയറി ഓടി തള്ളല്ലേ തള്ളല്. ഞാൻ പോകണ്ട, ഞാൻ പോയിക്കോളെ, ഞാൻ പോയിക്കോളാം. എന്താ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നം നടപ്പില്ല. ഇല്ലേ? ഇല്ല, നടപ്പില്ല. ഉറപ്പാണോ? ഉറപ്പ്. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. 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 നിർത്ത്. ഇത് വെറും ഒരു സൂചന മാത്രം. ഘരാവോ, സത്യാഗ്രഹം, ദേവതന്ത്രം തുടങ്ങിയ ഞങ്ങളുടെ വിപുലമായ പരിപാടിയിൽ അണിയറിയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ആലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ് നല്ലത്. ആലോചിക്കാൻ അധികം സമയമില്ല. ഗുസ്തിക്കാരൻ കൊച്ചുകുട്ടമ്പിളുടെ മകളെ ഒരു കൈമുക്കുള്ളവനെ കല്യാണം കഴിച്ചു കൊടുക്കും. ഈ തീരുമാനത്തിന് മാറ്റമില്ല.
ദിലീപൻ കയ്യൂക്കില്ലാത്തവനാണെന്ന് ആര് പറഞ്ഞു? എന്നിട്ട് കയ്യൂക്കുള്ളവൻ എവിടെ? ആശുപത്രിയിലോ ചുടുകാട്ടിലോ? 50 പേര് വന്നാലും ഒറ്റയ്ക്ക് തല്ലി നേടുന്നവനായ എന്റെ അനന്തരവൻ, അവനാ എന്റെ മോളുടെ ഭർത്താവ്. ആ അനന്തരവനെയും കൂടെ 50 പേരെയും തല്ലി നേടുന്നവനാണ് ദിലീപ് കുമാർ. തെളിയിക്കണം. അയ്യോ തെളിയിച്ചാൽ തെളിയിച്ചാൽ പെണ്ണവന്. അപ്പൊ എപ്പ തല്ലണം? തീയതി നിശ്ചയിക്കും. എത്ര പേരെ തല്ലണം? തമ്മിൽ തല്ല് ശാസ്ത്രത്തിൽപ്പെട്ടതല്ല. കരക്കാരുടെയും പ്രമാണിമാരുടെയും സാന്നിധ്യത്തിൽ നേരിട്ട് ശക്തി പരീക്ഷിക്കട്ടെ. ഗുസ്തി, ഗാട്ടാ ഗുസ്തി. ആരോട്? ആശാനോടോ? സിംഹം കുറുനരികളെ നേരിടാറില്ല. ആളും തീയതിയും പുറമേ അറിയിക്കും. ജയ് ഹനുമാൻ. അടിപിടി വേണ്ട, കൊടിപിടി വേണ്ട, ഗുസ്തി പിടിച്ചോട്ടെ, ഗാട്ടാ ഗുസ്തി പിടിച്ചോട്ടെ. അടിപിടി വേണ്ട, കൊടിപിടി വേണ്ട, ഗുസ്തി പിടിച്ചോട്ടെ, ഗാട്ടാ ഗുസ്തി പിടിച്ചോട്ടെ. അടിപിടി വേണ്ട, കൊടിപിടി വേണ്ട, ഗുസ്തി പിടിച്ചോട്ടെ, ഗാട്ടാ ഗുസ്തി പിടിച്ചോട്ടെ. മതി എന്റെ പിള്ള ഫൈൽവാനെ. ആ പീറ ചെറുക്കനോട് പിടിക്കാൻ ഇത്രയും ദേഹമിളക്കേണ്ട കാര്യമൊന്നുമില്ല. അവനോട് പിടിക്കാൻ അത്ര വലിയ കസർത്തൊന്നും വേണ്ടെന്ന് എനിക്കറിയാം. അതും ശരിയാ. പിന്നെ ഈ 6 നേരം തിന്നുന്നത് ദഹിക്കണമല്ലോ. ഒറ്റ സെക്കൻഡ് കൊണ്ട് അവനെ പൊക്കിയെടുത്ത് ഞാൻ നിലത്തടിക്കും. ചാവാതിരുന്നാൽ ഭാഗ്യം. അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോകുന്നു. ഗുസ്തി പിടിക്കുന്നതിന് മുമ്പ് അമ്മയോട് വിവരങ്ങൾ പറഞ്ഞ് അനുഗ്രഹം വാങ്ങിക്കണം. എന്തെങ്കിലും അസുഖമോ മറ്റോ പിടിക്കുകയാണെങ്കിൽ ഗുസ്തി പിടിക്കേണ്ട ദിവസം കഴിഞ്ഞേ ഞാൻ ഇവിടെ വരും. എന്തായാലും വരും. പക്ഷെ അതിനു മുമ്പ് മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആരെയും കല്യാണം കഴിക്കരുത്. എന്തു തന്നെ സംഭവിച്ചാലും അമ്മണിക്കുട്ടി ഈ ദിലീപിനുള്ളതാണ് എന്ന് സ്വന്തം ദിലീപ് കുമാർ. ആരാ കഥ തട്ടുന്നു? വാസു, ഞാൻ വീട് വരെ ഒന്ന് പോവുകയാണ്. ഗുസ്തിയുടെ ദിവസം കഴിഞ്ഞിട്ടേ ചിലപ്പോൾ ഞാൻ തിരിച്ചു വരികയുള്ളൂ. പിന്നെ ഈ എഴുത്ത് അമ്മണിക്കുട്ടി ഏൽപ്പിക്കും. അപ്പൊ പിന്നെ ഫാസ്റ്റ് ട്രെയിൻ തന്നെ പിടിക്കണം. സമയമില്ല. എല്ലാം ഞാൻ വിശദമായി തിരിച്ചു വന്ന് പറയാം. പിന്നെ കാണാം. ബുള്ളറ്റ് റാണി എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. നമ്മളെ കണ്ടോണ്ട് ഓടിയത്. ഓടിയടാ നീയല്ല. നമുക്ക് അയ്യോ, ഇത് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ സാറല്ലേ? നിങ്ങൾ എന്തിനാ എന്നെ കണ്ടപ്പോ ഓടിയത്? സാറെന്തിനാ ഞങ്ങളെ കണ്ടപ്പോ ഓടിയത്? അതോ നിങ്ങൾ കൊള്ളക്കാരാന്ന് വിചാരിച്ചു? കൊള്ളക്കാരോ? എന്നാലും ഈ പാതിരാത്രിയിൽ എങ്ങോട്ടാ പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട്? വെറുതെ നിങ്ങൾ അങ്ങോട്ട് പോകുമായിരുന്നു. ഞങ്ങള് സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോയിരുന്നു. ബുള്ളറ്റ് റാണി ആരിവിടുന്ന് തലം വിടാൻ നോക്കായിരുന്നല്ലേ? ഏയ്, എന്താന്ന് അറിഞ്ഞൂടാ. പെട്ടെന്ന് എനിക്ക് അമ്മയെ കാണണമെന്ന് തോന്നി. ഈ പാതിരാക്ക് തന്നെ അങ്ങനെ തോന്നണമായിരുന്നോ സാറ്? നേരം വെളുത്തിട്ട് തോന്നിയാ പോരെ സാറ്? കർത്താവ് സത്യമായിട്ട് ഇത് ഒളിച്ചോട്ടം തന്നെ. സാറേ, ഞങ്ങള് സാറിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാ. സാറ് ഈ നാട്ടിൽ നിന്ന് പോയാൽ ഞങ്ങൾക്ക് വെളിയിൽ ഇറങ്ങാൻ ഒക്കൂല. അതുകൊണ്ട് സാറങ്ങ് അകത്തോട്ട് കയറിയാട്ടെ. അങ്ങ് അകത്തോട്ട് കയറിയാട്ടെ. അങ്ങോട്ട് കയറിയാട്ടെ. അകത്തോട്ട് കയറി വലിയ നോക്കാല്ലേ? ശരി, അപ്പൊ നാളെ കാണാം. ആ താക്കോലിങ് തന്നിട്ട് അങ്ങ് അകത്തോട്ട് കയറാട്ടെ. മുമ്പിൽ തന്നെ ചാടിക്കൊടുത്തു. എങ്ങോട്ടും പോകാനൊന്നും നോക്കണ്ട, ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും. കുറച്ചേട്ടാ ഇരിക്കും. ഒരു തട്ടി വെള്ളം കൊണ്ടുപോടാ, കുടിക്കട്ടടാ. അങ്ങനെ നാളെ